ശ്രീ നരേന്ദ്രമോദിജി ഡെവലപ്മെന്റൽ പ്രോജക്ട്സിന്റെ ലോഞ്ച് എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു. എത്ര പേർക്ക് അറിയാം 10,800+ crore റുപ്പീസിന്റെ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആണ് ലോഞ്ച് ചെയ്തതെന്ന്? അതായത് 10,800+ കോടി രൂപയുടെ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആണ് പ്രൈം മിനിസ്റ്റർ കേരളത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ആ കാര്യം അറിയാം? ല്ല നമ്മുടെ നാടിന് ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ് അത് നമ്മുടെ പ്രയോറിറ്റി ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതിലായിരിക്കും, ഡെവലപ്മെന്റിലായിരിക്കും, അല്ലാതെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മെലോ ഡ്രാമാസിലല്ല. മനസ്സിലായില്ലേ? ഇൻവൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ. അവര് വിളിക്കത്തില്ല എന്നൊന്നും ആരുടെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോപ്പറായിട്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഒരു ചാനലിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കോണ്ടന്റ്സ് കാണാൻ ആൾക്കാർക്ക് ഒരു ഇത്തിരി ഇൻട്രസ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ ഞാൻ ഇത്തിരി ഫേക്കായിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. കാരണം ഈ ഒരു വീഡിയോ മറ്റു വീഡിയോസിനെ അപേക്ഷിച്ച് മാക്സിമം ആൾക്കാരോട് എത്തണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അങ്ങനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ RSSന്റെയും BJPയുടെ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നുണ്ടെങ്കിൽ, നാളെ ഒരിക്കൽ അമേരിക്കയിലെ ഏതെങ്കിലും സായിപ്പന്മാർ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഇടുപ്പി കയറി പിടിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കമന്റ് വിട്ട് കാണുക. കാര്യം കുറച്ച് എൻഗേജ്മെന്റ്സ് വന്നാലേ മാക്സിമം ആൾക്കാരായിട്ട് ഈ ഒരു വീഡിയോ എത്തുള്ളൂ. കാര്യം ഇത് എത്തണം. എനിക്ക് 2 വർത്താനം പറയണം. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പരനാറി, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മറ്റേ മൂന്നും കൂടെ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കൂട്ടിയിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പം എന്താണെങ്കിലും ആദ്യം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ഡോക്ടർ റൂബിലോട്ട് വരാം. വിത്തൗട്ട് റെസ്പെക്ട് ആണ് ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ ദേശീയപാതയുടെ ഈ ഒരു പരിപാടിക്കൊക്കെ വന്നിട്ട് ഇവര് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിക്കാതെ കാണിച്ചിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ. അതിന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് കേൾക്കാം. ഗവൺമെന്റ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി എന്താ പറഞ്ഞില്ല? വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, എനിക്കറിയില്ല, നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. കാരണം നമ്മുടെ ടാക്സ് കൊടുത്തിട്ട് നമ്മുടെ ടാക്സ് അടച്ചേക്കുന്ന പൈസക്കകത്തു നിന്ന് ഏകദേശം 5,000 കോടിക്ക് മുകളിലാണ് ഇത്തരത്തിൽ ചെലവായിട്ടാണ് ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു റോഡ് ഇവിടെ പണിതേക്കുന്നത്. ഓക്കെ, നമ്മൾ അടച്ച ടാക്സിൽ നിന്നാണ്. അപ്പൊ നമുക്കിത് പറയാനുള്ള അവകാശമുണ്ട്. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പണി എടുത്തേക്കുന്ന ഒരു വ്യക്തി ആരാണോ, അയാൾ നല്ല രീതിയിൽ അത് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് അവിടെ ഇരുത്തണം എന്ന് പറയുന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. അല്ലാതെ ഇത് നിങ്ങളുടെ തീരുമാനമാണോ അഭിപ്രായമാണോ എന്ന് ചോദിക്കാനെ കൊണ്ട് ഇത് ഏകാധിപത്യ രാജ്യമല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ മരുമോ എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം. ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ മരുമോന്റെ ആണോ, ഇതിന്റെ ഇടയിൽ കൂടെ ആണോ കയറിയേക്കുന്നുള്ള സാധനങ്ങൾ നമുക്ക് പറയാം. ഇതാണ് പറഞ്ഞത്. BJP നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം ഇതാണ്. നമുക്ക് ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല, അഭിപ്രായപ്പെടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അവരെന്ത് പറയുന്നോ ആ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ കേട്ടോണം. എന്തോന്നുടെ രാജഭരണമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഈ പൊട്ടനൊന്നും അറിയത്തില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞത് ആരും പറയാനെ കൊണ്ട് ഇത് നിങ്ങളുടെ തീരുമാനമാണ്, ഇതെങ്ങനെ പറയാനെ കൊണ്ട് ഞങ്ങളുടെ തീരുമാനമാണ്. അങ്ങോട്ട് കേൾക്കുക. നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ പണിക്കിരുത്തിയേക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനം നമ്മളിത് പറയും. കാര്യം നമ്മുടെ ഈ ഒരു വിരൽത്തുമ്പിലാണ് നിന്റെയൊക്കെ ഭാവി ഇരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവന്മാരുടെ അഹങ്കാരം എന്ന് വെച്ചാൽ നോർത്തിലൊക്കെ ഇതുപോലെ ഏത് പാർട്ടിക്ക് കുത്തിയാലും നേരെ BJPക്കാണല്ലോ കയറുന്നത്. എന്തോന്നറിയ ഇത്. ഇനി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങേര് പറഞ്ഞേക്കുന്ന കാര്യം കൊണ്ടുവെക്കാം. എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈ കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി ഡെവലപ്മെന്റൽ പ്രോജക്ട്സിന്റെ ലോഞ്ച് എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു. എത്ര പേർക്ക് അറിയാം 10,800+ crore റുപ്പീസിന്റെ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആണ് ലോഞ്ച് ചെയ്തതെന്ന്? അതായത് 10,800+ കോടി രൂപയുടെ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആണ് പ്രൈം മിനിസ്റ്റർ കേരളത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ആ കാര്യം അറിയാം? ഈ ലോഞ്ചിന്റെ ഡേറ്റ് തൊട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അൺവാണ്ടഡ് ആയിട്ട്, സ്പെസിഫിക്കലി ഞാൻ പറയാണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് അൺവാണ്ടഡ് കോൺട്രവേഴ്സിയുടെ പിറകിലാണ്. നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഡെവലപ്മെന്റിനാണോ അതോ ഈ പറയുന്ന കണക്ക് ഡ്രാമാസിനാണോ? അല്ല, അപ്പം ഈ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ ഈ പറഞ്ഞ ഡെവലപ്മെന്റ്സ് എത്രത്തോളം എത്തിയിട്ടുണ്ട്? പിന്നെ ഇലക്ഷൻ ഈ പറഞ്ഞ പോലെ 30 ദിവസം മാത്രം ബാക്കി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത്രയും ബാക്കി നിൽക്കുക ഇങ്ങനെ ഡെവലപ്മെന്റ്സിന്റെ സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കേരളം അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ഇവിടെ തൊലിച്ചു വെക്കും, മറിച്ചു വെക്കും എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് എന്തിനാണ് ഇത് കൊണ്ടുവന്നെന്നുള്ളത് അത്യാവശ്യം ചോറുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചാണകം തിന്നുന്നവന് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഡെവലപ്മെന്റ്സ് നമ്മുടെ നാട്ടിൽ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നതിനാണ് അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളം ദുരിതഭൂമി അയക്കുന്ന ടൈമിലും അല്ലെങ്കിൽ ബജറ്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മാത്രം കുറവ് തരുമ്പോൾ നിന്റെ അണ്ണാക്കി പിരി വെട്ടിയിരിക്കുകയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അന്നേരം എന്താ ചോദിക്കാൻ പറ്റിയില്ല? നിങ്ങൾ പിന്നെ മച്ചാനായിട്ട് നടക്കുന്ന ആൾക്കാരില്ല. അപ്പൊ എന്തുകൊണ്ട് ചോദിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന് എന്തുകൊണ്ട് നിങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ബജറ്റ് കുറവാണ് നമുക്ക് തരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കണില്ല. കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി PM-ന്റെ ഓഫീസിൽ നിന്നും ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഒഫീഷ്യലി. ഓക്കെ, അതില് മിനിസ്റ്റർ റിയാസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ശിവനെ പോലുള്ള അണ്ടനെ ആടകോടനെ വരെ വിളിച്ചിട്ടുണ്ട്.
ഇവനെ പോലുള്ള അണ്ടനെ അടകോടനെ വരെ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ടൂറിസം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ടില്ല. എന്തേ? ആ പേരാണോ നിനക്കൊക്കെ പ്രശ്നം? ഓൾറെഡി ഇവന്മാര് കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ടും പിന്നെ ഈ കഴിഞ്ഞ ദിവസം മൊണാലിസയുടെ ആ കല്യാണത്തിന് പറഞ്ഞുകൊണ്ട് ഇവൻ നോർത്ത് ബെൽറ്റുകൾ നമ്മളെ കേരളത്തിനകത്തിരിക്കുന്ന സംഘികളായിട്ടുള്ള കുറെ ചേർന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. സ്വന്തം നാടിനെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിൽ കാണിക്കുന്ന കുറെ പരിപാടികൾ. സോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സജഷൻ പറയായിരുന്നു. അവരത് ചെയ്തില്ല. ഓക്കെ, ഇത് 2 ആഴ്ച മുന്നേ നടക്കുന്ന കാര്യമാണ്. അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിലും ഇവന്മാർക്ക് ഈ ആരാന്റെ കൊച്ചിന് പിതൃത്വം വെക്കാനെ കൊണ്ട് ഭയങ്കര ശുഷ്കാന്തിയാ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരാന്റെ കൊച്ചിന് പിതൃത്വം വെക്കാൻ ഭയങ്കര ശുഷ്കാന്തിയാണ് ഇവന്മാർക്ക്. എടി ഇതിന്റെ പുറകെ ഞാൻ ഒരു ന്യൂസ് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. ഡോക്ടർ റോബിൻ ഇതൊന്നും അറിയത്തില്ല, കാരണം തലച്ചോറിന് മാറ്റി വെച്ചേക്കാണല്ലോ. എന്നിട്ടാണല്ലോ BJP കയറിയിരിക്കുന്നത്. 2014 UDF സർക്കാരിന്റെ കാലത്താണ് ദേശീയപാത അതോറിറ്റി പ്രവൃത്തി ഉപേക്ഷിച്ചു പോയത്. നടക്കില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചു പോയി. 2014 സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പദ്ധതി ഉപേക്ഷിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്തു. അത് വീണ്ടും നമുക്കത് പൂർത്തിയാക്കണമെന്ന് തീരുമാനമെടുത്തു. ഭൂമി ഏറ്റെടുക്കുന്നതിന് ചിലവിന്റെ 25% തുക സംസ്ഥാനം വഹിക്കാമെന്ന് ഈ സർക്കാർ കേന്ദ്രത്തോട് ഉറപ്പ് നൽകി. ഏകദേശം 5581 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ കൈമാറി. കിഫ്ബി ഫണ്ട് കേരളത്തിന്റെ കടപരിധിയിൽപ്പെടുത്തുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ആ നിലക്കുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിൽ അനുവദനീയമായ വായ്പാ തുകയിൽ നിന്നും ഈ തുക വെട്ടിക്കുറുക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും കേരള സർക്കാർ അങ്ങനെ തന്നെ നിന്നു. ഫലത്തിൽ സർക്കാരിന് മുകളിലുള്ള ഭാരം ഏകദേശം 12,000 കോടി രൂപയ്ക്കടുത്തായി ഈ ഹൈവേ വികസനവുമായി ബന്ധം. കേട്ടല്ലോ. അപ്പൊ അങ്ങനെ ഇതിന്റെ പുറകെ ഓടി നടന്നേക്കുന്ന ആ ഒരു വ്യക്തിനെ വിളിക്കാതെ പിന്നെ ഈ അണ്ടനെ അടകോടനെയാണല്ലോ വിളിക്കേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ, അല്ലേ? കറക്റ്റ് ഈ പ്രോഗ്രാമിന്റെ ദിവസം തന്നെ ഈ പറഞ്ഞ കണക്ക് LDFന്റെ നേതാക്കൾ ഉൾപ്പെടെ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു പ്രോഗ്രാം ബോയ്ക്കോട്ട് ചെയ്തു. എന്തിനായിരുന്നു ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ബോയ്ക്കോട്ട്? എന്തിന്റെ ആവശ്യമായിരുന്നു? നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇത്രയും കോടി രൂപയുടെ ലോഞ്ച് നടക്കുമ്പോൾ എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള ഡ്രാമാസ് നടത്തുന്നത്? അതും ഇലക്ഷന് 30 ദിവസം മുന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഡ്രാമാസ്? നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരല്ല. നമ്മുടെ നാടിന് ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ്, അത് നമ്മുടെ പ്രയോറിറ്റി ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏതിലായിരിക്കും? ഡെവലപ്മെന്റിലായിരിക്കും. അല്ലാതെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മെലോ ഡ്രാമാസിലല്ല. മനസ്സിലായില്ലേ? ഇൻവൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ. അവർ വിളിക്കത്തില്ല എന്നൊന്നും ആരുടെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് PM ഓഫീസിൽ നിന്ന് ഗസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. എടാ പൊട്ട, രാജീവ് ചന്ദ്രശേഖരന്റെ വീടിന്റെ പാലുകാച്ചിനല്ല അങ്ങോട്ടേക്ക് പോയേക്കുന്നത്, അല്ലെങ്കിൽ അതല്ല അവിടെ നടന്നേക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ രീതി ഇവനൊക്കെ എന്ത് വാണമാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണങ്ങളുണ്ട്. കമന്റ് ബോക്സിൽ ഇപ്പം വന്ന് കുറയ്ക്കുന്ന കാണാം. പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും രാജീവ് സാർ പറഞ്ഞ കണക്ക് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് പോയിട്ടില്ല. അതിന് അൺവാണ്ടഡ് ആയിട്ട് രാജീവ് സാറിന് ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ബുള്ളി ചെയ്യുക, നെഗറ്റീവ് കമന്റ്സ് ഇടുക. ഞാൻ കഴിഞ്ഞ കുറെ കമന്റ്സുകൾ കാണുന്നത് എന്തിന്റെ ആയിരുന്നു ആവശ്യം? പുള്ളിക്ക് പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജീവ് സാറ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മാത്രമല്ല, പുള്ളിക്കാരൻ ഒരു എക്സ് യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, അല്ലേ? സോ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ കണക്കത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രാമാസ് ഒഴിവാക്കി നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? രാജീവ് ചന്ദ്രശേഖറിന്റെ തൊലി ഇവനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് കടന്നു പോകും. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊണ്ടിരുന്നവന്മാര് ട്രംപിന്റെ ഷൂ നക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ വിസിബിൾ ആയിട്ട് കാണുന്ന സാധനമാണ് ഈ ഷൂ നക്കാൻ പോകുന്നത്. നമ്മൾ വിസിബിൾ അല്ലാത്തവന്മാർ ഇനി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കിനി അറിയത്തില്ല. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ഡ്രാമ, മെലോ ഡ്രാമ ഇതൊക്കെയാണോ എന്നുള്ളത്. ഇവിടെ ഡ്രാമ കാണിച്ചേക്കുന്ന ആരാണ്? ഇനി ഞാൻ വേറൊരു ന്യൂസ് നോക്കാം. ഇത് ഈ ഡെവലപ്മെന്റ്സ് നാട്ടിൽ വന്നേക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവന്മാരുടെ കാര്യം കൂരി പൊട്ടിക്കൊണ്ടിരുന്നത് കേൾക്കാം. ഞാൻ തുടങ്ങുമ്പോൾ അതിന് തടസ്സമായി വരുന്നത് ആരൊക്കെയായിരുന്നു? ഇവിടുത്തെ സ്വാഭാവികമായി പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ആശങ്കയൊക്കെ എല്ലാ കാലത്തും ഉയർന്നിട്ടുള്ളതാണ്. ആ ആശങ്കകളെയൊക്കെ മാധ്യമങ്ങളൊക്കെ ആ ആശങ്കകൾക്ക് ഒപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ പദ്ധതിയെ നടപ്പാക്കാനാവില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ച ആളുകൾ ആരൊക്കെയാണ്? എനിക്കിപ്പോഴും വ്യക്തമായി മുഖം ഓർമ്മയുണ്ട്. നമ്മൾ ആ ചർച്ചകളെല്ലാം ആ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതാണ്. അന്ന് ഇങ്ങനെ തിളങ്ങി വരികയാണ് സുരേഷ് ഗോപി, BJPയുടെ മുഖമായി സുരേഷ് ഗോപിയുണ്ട്, PK കൃഷ്ണദാസ് ഉണ്ട്, നമ്മുടെ ഗോപാലകൃഷ്ണനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ഇവരൊക്കെയാണ് BJPയുടെ നേതാക്കളായി അതിന് നേതൃത്വം കൊടുത്തത്. അപ്പുറത്ത് VM സുധീരനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളും അതിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ നേതാക്കൾ, അത് പ്രത്യേകിച്ച് PK കൃഷ്ണദാസ് ഒക്കെ അവിടെ നടന്ന് സമരം ചെയ്യുന്നു, നന്ദിഗ്രാമിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഇടുന്നു, ഇത് അതുപോലുള്ള ഒരു അതിക്രമമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ട സമയത്ത് PS ശ്രീധരൻപിള്ള കേന്ദ്രത്തിൽ കത്തെഴുതുന്നു. ഇത് മുടക്കാൻ, ഇത് കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് മുടങ്ങി പോകുമോ എന്ന് തന്നെ നമ്മളെല്ലാം സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അവിടുന്ന് ഇതിനെ മുമ്പോട്ട് ചവിട്ടി കൊണ്ടുപോയി. ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട പണം 25% സംസ്ഥാന സർക്കാർ മുടക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുവരെ ഇപ്പൊ എല്ലാവരും പറയുന്നല്ലോ ഉത്തർപ്രദേശ് മുടക്കിയല്ലോ, ബീഹാർ മുടക്കിയല്ലോ എന്നൊക്കെ. അതുവരെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്ന് മാത്രമല്ല 25% ഇതുവരെ ഒരു സംസ്ഥാനം. അപ്പൊ ഇവിടെ ആരാണ് ഡ്രാമ കാണിച്ചിരിക്കുന്നത്? മുതുവാണവൻ അങ്ങ് തള്ളി അങ്ങ് വിടുകയാണ് അവനങ്ങ്. പറഞ്ഞ മനസ്സില്ല, ഞാൻ പറഞ്ഞല്ലോ വിത്തൗട്ട് റെസ്പെക്ട് അങ്ങനെ നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ കൊള്ളുള്ളൂ. ഇവനെ പോലുള്ള കുറെ ഏപ്രാജികള് ഈ അണ്ടനെ അടവടനെയാണ് വിളിച്ച് അതിനകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നത്. ഇനി നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അറിയാലോ, ഈ മരുമകനെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചേക്കുന്ന ഒരു വ്യക്തിയല്ല. ഇനി ഈ മരുമകനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് കേട്ടാലോ. മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം
മരുമനും കുടുംബം എല്ലാം വിളിക്കണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറ്റും, മരുമോനെ വിളിക്കാൻ പറ്റില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. പറയണ്ട എന്ന് കരുതിയതാണ്. മരുമോനായില്ലെങ്കിൽ ഒരിടത്തും എത്താതെ പോകുമായിരുന്ന ഒരുത്തനുണ്ട്, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ. സ്വന്തം അമ്മായിയപ്പനെ വലിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ച് ആ പണം കൊണ്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് അതിലിരുന്ന് ഗീർവാണം വിടുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന തീവിഴിഞ്ഞോട് ഒരു കാര്യം പറയാം. ആരുടെയും മരുമോനായതുകൊണ്ട് ഉയർന്നു വന്ന ആളല്ല മുഹമ്മദ് റിയാസ്. പിന്നെ കേരളത്തിലെ ദേശീയപാത രാജീവ് ചന്ദ്രശേഖരൻ അവന്റെ അമ്മായിയപ്പനെ വലിപ്പിച്ചുണ്ടാക്കിയ പൈസയിൽ നിർമ്മിച്ചതുമല്ല. കേരളത്തിലെ സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ പണം നൽകിയത് കൊണ്ടുണ്ടായതാണ് ദേശീയപാത. അവിടെ മുഖ്യാതിഥിയായി കയറിയിരിക്കാൻ ഈ പറഞ്ഞ അമ്മായിയപ്പനെ വലിപ്പിച്ച് കിടത്തിയവനാണ് ഉളുപ്പ് വേണ്ടത്, ഉളുപ്പില്ലായ്മ ഉണ്ടായിരിക്കേണ്ടത്. ഒരു മഹാമനുഷ്യൻ, കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായി, സ്വന്തം ചോരയും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനത്തിൽ മരുമോനായി കടന്നു വന്ന് അടിവേരി വരെ വെട്ടിവിറ്റ് ആ പണം കൊണ്ട് രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയ തീവിഴിഞ്ഞാണ് മരുമോൻ എന്ന് പറഞ്ഞ് കുണയ്ക്കുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അമ്മായിയപ്പനെ വലിപ്പിച്ച പൈസക്ക് ഇങ്ങനെ ജീവിക്കില്ലല്ലോ. ഇനി കേരളത്തിലെ BJPക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. തൃശൂർ, അവിടെ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി വരുന്നു എന്നിരിക്കട്ടെ. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് അവിടുത്തെ MP സുരേഷ് ഗോപിയെ വിളിക്കാതെ അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ കേരളത്തിലെ സർക്കാർ അങ്ങനെ ചെയ്യില്ല. അത്രേ ഉള്ളൂ. കേട്ടല്ലോ, രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ട് കേട്ടല്ലോ. ഇനി അടുത്ത ഈ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തെ പറ്റിയിട്ട് ഇനി നമുക്ക് കേൾക്കാം. ആദ്യം ഇത് പറയാം, മുഹമ്മദ് റിയാസ് മന്ത്രിയായ കാലത്ത് തുടങ്ങിയ മുറുമുറുപ്പാണിത്. മരുമകനാണത്രേ. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കൊടിപിടിച്ചു തുടങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. 8ാം ക്ലാസ് കാലത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. അതുമുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിത്വം വരെ, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പല പദവികൾ. 2 തവണ നിയമസഭാംഗത്വം. കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മരുമകൻ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് പറഞ്ഞു തീർക്കാൻ അര ദിവസം വേണം PM മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഓടിളക്കിയാണ് എല്ലാവരും മന്ത്രിയാകുന്നത് എന്ന് ധരിച്ചു പോയാൽ അത് അനുഭവ പരിമിതിയാണ്. പിന്നെ ദേശീയപാത, ഏറ്റവും ചുരുക്കം കേരളത്തിനറിയാം അത് എങ്ങനെയുണ്ടായി എന്ന്. 5580 കോടിയാണ് കേരളത്തിന് നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചത്. അതിന്റെ ഉദ്ഘാടന വേദിയിൽ ആർക്കൊപ്പവും ഇരിക്കാൻ അർഹതയും അധികാരവുമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക്. അല്ലെങ്കിലുള്ള മറുപടി ഇതാണ്, എന്നാ നിങ്ങളങ്ങ് നടത്തിക്കോ. അത്രേ ഉള്ളൂ, നീയൊക്കെ അങ്ങ് ഉണ്ടാക്ക്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നെ പിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരനാക്കുമായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിക്കോ കോൺഗ്രസ്സുകാരനും ആക്കിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ ദയവ് ഈ പറയുന്ന സംഘിച്ചാണങ്ങളുടെ ലെവൽ കൊണ്ടിടാതിരുന്നാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കോൺഗ്രസിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, കമ്മ്യൂണിസ്റ്റിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഈ ചാണകം മെഴുകികൾ നമ്മുടെ നാടിനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെൻസിറ്റീവ് ആയി പോകും. ഇനി നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്ന കേൾക്കാം. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എനിക്കറിയത്തില്ല എത്ര പേര് ഇത്രയും 10,800, അതായത് 1800+ കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് കേരളത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഹാപ്പി ആവേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, മനസ്സിലായില്ല. അതിന്റെ ഇടയ്ക്കാണ് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രാമാസ്. സോ ഇത് അവോയ്ഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഞാനിത് പറയുന്ന ഒരു BJPയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിലല്ല, ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധാ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. സോ മാറ്റങ്ങൾ ആവശ്യമാണ്, മാറണം. എല്ലാവരും ഏതിന് പ്രയോറിറ്റി കൊടുക്കണം? ഡെവലപ്മെന്റിനാണോ അത് ഡ്രാമാസിനാണോ, ഈ അൺവാണ്ടഡ് ഡ്രാമാസിനാണോ എന്നുള്ളത് ചിന്തിക്കുക. കാരണം നമ്മൾ ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു, മനസ്സിലായില്ലേ? ഓക്കെ, മാറ്റം നല്ലതാണ്, മാറണം. കേരളം മാറിയിരിക്കും. താങ്ക് യു. ചിന്തിക്കണമെന്നോ? ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് പറയല്ലേ വാണവ. ഇങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇത് തലച്ചോറുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ചിന്തിക്കുക കാര്യം എന്നൊക്കെ പറയുന്നത്. അല്ലെ ചാണകം തലക്കേറ്റി വെച്ചേക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല ഈ ചിന്തിക്കുക എന്ന് പറയുന്നൊരു സാധനം, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അതൊക്കെ ഓരോരോ താല്പര്യമല്ലേ, രാഷ്ട്രീയം ഏത് ഇത് പോകണമെന്നൊക്കെ അതായിരിക്കും, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഒരുമാതിരി കൊണച്ച മറ്റടുത്ത വർത്താനം പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ പോലും ഇതുപോലെ അമേരിക്കയ്ക്ക് അടിയറോ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചില സാധനങ്ങളെ കാണിക്കുമ്പോഴേക്കും നമ്മൾ എന്താണ്ടേ പറയേണ്ടത്? 1947 ഓഗസ്റ്റ് 15 നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അല്ലെ? അതിനുശേഷം ഇപ്പൊ വീണ്ടും നമ്മളെ അടിമകളെ പോലെയാണ് വെച്ചേക്കുന്നത്. അടിമകളെ പോലെയാണ് ലോകരാജ്യങ്ങൾ മൊത്തം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയുടെ അടിമകൾ അല്ലേ? ഇനിയും അത് കഴിഞ്ഞിട്ട് ഇനിയും വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. No more discount. Russia ends the discount for India as India approached Russia to purchase oil with America's permission. Now India is paying $4 to $5 more per barrel than the global benchmark price. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ?
അവർക്ക് വേണ്ടിയിട്ട് ഈ കേരളം കൊടുക്കണം എന്നുള്ളതാണ് ഈ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണനെ പോലുള്ള കുറെ മുതുവാണങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു സാധനം കൂടെ കൊടുക്കാം. വീക്ക് പി എം എന്നും സ്ട്രോങ് പി എം എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തേക്ക് സാധനം. ഓഫ് കോഴ്സ് ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ടൈമിൽ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ലീഡർ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്, അതിൽ ഒരു സംശയമില്ല. എന്നാൽ അതല്ലാത്ത ബാക്കി കാര്യങ്ങളിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തേക്കുന്നത്? ഞാനിവിടെ ഈ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് വെക്കാം, നിങ്ങൾ തന്നെ നോക്കുക. പിന്നെ ഇതിനകത്ത് ഒരൊറ്റ സാധനം, മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന ടൈമിൽ നമ്മൾ ഒരാളുടെ അടിമകളായിരുന്നില്ല. എന്നാൽ ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് നമ്മൾ അമേരിക്കയുടെ അടിമകളാണ്. അമേരിക്കയുടെ അടിമകളാണ്. എങ്ങനെ ഇരിക്കുന്നു? ആ റഷ്യനെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള 2-3 പോസ്റ്റോടെ ഞാൻ സൈഡിലോട്ട് വെക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഹാസ് ബീൻ ദ ഗ്രേറ്റ് ആക്ടർ, ദേ സ്റ്റോപ്ഡ് ബൈയിങ് റഷ്യൻ ഓയിൽ. Now we have temporarily permitted them to buy Russian oil to overcome the current situation. വൈറ്റ് ഹൗസിൽ നിന്ന് വന്നേക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇവർ ഇൻഡയറക്റ്റ് പറയുന്നൊരു സാധനമാണ്, നമ്മൾ അമേരിക്കയുടെ അടിമകളാണെന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ മൊത്തം ലോക രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എപ്സ്റ്റീൻ ഫയൽസിൽ എപ്സ്റ്റീനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നേക്കുന്ന കൊച്ചുകുട്ടികൾ ഇങ്ങനെ ക്രൂരത ചെയ്തേക്കുന്ന വേളനെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരുത്തനാണ് ഡൊണാൾഡ് ട്രംപ്. അവരുമായിട്ട് ചങ്കുചപ്പായിട്ട് നിന്നിട്ട് സൂപ്പർ കിടിലെന്ന് പറഞ്ഞ രാജ്യം അവർ പറയുന്നത് കേട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഒരു തൻ്റെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ രാജ്യം ഒരുത്തിനും അടിയറവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് പറയാനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ഡെവലപ്മെന്റ്സ് ഇപ്പം അങ്ങ് മറിച്ചങ്ങ് വെക്കാണ് നമ്മുടെ നാട്ടില്, അല്ലേ? അവര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുക? നോർത്തിലോട്ടൊക്കെ അറിയാമല്ലോ. പോയി കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് സ്കൂളുകളെക്കാൾ കൂടുതൽ അവിടെ ആരാധനാലയങ്ങൾ, അമ്പലങ്ങളൊക്കെ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ഡെവലപ്മെന്റ്സ് ആണ്. അമ്പലങ്ങൾ പണിത് വെക്കുന്നതാണോ നമ്മുടെ നാട്ടിൽ വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ? റിലീജിയൻ ഈ കാര്യങ്ങളൊക്കെ വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ബേസിക് ആയിട്ട് കുട്ടികൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ അത് ഇല്ലാണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബുദ്ധി അവർക്ക് വെക്കുമല്ലോ, ചിന്തിക്കാനുള്ള ബോധമല്ലോ. അപ്പൊ അവർ പോയിട്ട് BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ മറ്റു പല വിദേശത്തെ ഇത്തരത്തിലുള്ള മീഡിയാസ് ഒക്കെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കാൻ വേണ്ടി പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് എനിക്കിവിടെ BJPക്ക് വേണ്ടിയിട്ട് കേരളം കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അവർ പറഞ്ഞ പോലെ പറയാനുള്ളൂ. കവച്ചങ്ങോട്ട് ഇരിക്കുക, അടിച്ചങ്ങോട്ട് തരാം. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരി, ബൈ.